നമുക്കാരോടും വൈരാഗ്യം വേണ്ട. ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നാൽ ദീന് ഒരാളുടെ മുമ്പിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ബഹുദൈവ വിശ്വാസത്തിന്റെ ഭക്ഷണം നമ്മൾ കഴിക്കണില്ല. ഹൈന്ദവ സഹോദരങ്ങൾ മലക്ക് പോകാൻ തീരുമാനിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗ. അതിന് വർഗീയത എന്ന് പറയാൻ പറ്റൂല. അതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവർ പറയും ഞാൻ മലക്ക് പോകാൻ തീരുമാനിച്ചതാ, മാലട്ടതാ, തുണി ഉടുത്തതാ, അതുകൊണ്ട് ഇനി നിങ്ങളെ വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റൂല. നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയില്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ അള്ളാഹുവിന്റെ പേരിലല്ല അത് അറുത്തത് നമ്മൾ കഴിക്കൂല. എന്താ കാരണം? അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ എത്ര സൗഹൃദം ഉണ്ടാകും, അങ്ങനെ മനസ്സിലാക്കിയാൽ എത്ര സൗഹാർദ്ദം ഉണ്ടാകും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മതവിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസം ഒരാളുടെ മുമ്പിലും അടിയറ വെക്കാതെ മനുഷ്യരെ സ്നേഹിക്കാൻ തയ്യാറാവുക. ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായപ്പോ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോ എല്ലാം മറന്ന് മനുഷ്യർ ഒന്നായി നിന്നിട്ടില്ലേ? ഇനിയും നിൽക്കണം. ഇവിടുത്തെ EKAP സമസ്ത, അതുപോലെ തന്നെ തബ്ലീഗ് മുജാഹിദുകൾ എല്ലാവരും രാജ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടില്ലേ? ഇനിയും ഇരിക്കണം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പത്രത്തിൽ വായിച്ചു, പൊതുവിഷയങ്ങൾ നമ്മൾ ഒന്നിച്ചിരിക്കണം, അതാ വേണ്ടത്, അതിൽ തർക്കമില്ല. പക്ഷെ അതേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, അള്ളാഹു കാണും പോലെ ഈ ഔലിയാക്കന്മാരെല്ലാവരും പലതും എല്ലാം കാണും, പക്ഷെ അള്ളാഹ് കാണുന്നത് പോലെ എല്ലാവരും വേറെ മാർഗമുണ്ട്. അത് തെറ്റാണ്. അവിടെ നമ്മൾ യോജിക്കൂല. അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും ഔലിയാക്കന്മാർ, പക്ഷെ അള്ളാഹ് കേൾക്കുന്ന മാർഗം വേറെ. അള്ളാഹ് കേൾക്കുന്ന എല്ലാം കേൾക്കണോ എന്നാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ കേൾക്കൂല, അതിന് ഞങ്ങൾ യോജിക്കില്ല. മറിച്ച് പൊതുവിഷയങ്ങളുണ്ടോ, നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതിക്ക് കൊടുക്കേണ്ട ലെറ്ററിൽ എല്ലാ സംഘടനകളും നേതാക്കന്മാർ ഒപ്പുവെക്കുന്നു. രാജ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മൾ ഒന്നിച്ചു ചേരുന്നു, തർക്കമില്ല. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും എന്ത് പറയുന്നു അവിടെ നിലകൊള്ളണം. അവിടെ അഡ്ജസ്റ്റ്മെന്റുകളില്ല. അതാരോടുമുള്ള വൈരാഗ്യമല്ല. എന്റെയും നിങ്ങളുടെയും പരലോക വിജയത്തിന് വേണ്ടിയുള്ളതാണ്. ഒരാളും നമ്മെ രക്ഷിക്കാൻ, പ്രിയപ്പെട്ടവരെ, മരണസമയം മുതൽ ആരുമില്ല. ഉണ്ടാകുമോ? നമ്മുടെ മരണം ഉറപ്പാകുന്ന സമയം, എന്റെ വേർപാട് ഉറപ്പാകുന്ന സമയം ആരുണ്ട് മന്ത്രിക്കാൻ എന്ന് ഖുർആൻ ചോദിച്ചില്ലേ? നമുക്ക് വേണ്ടി ഒരു ശബ്ദം ഉരുവിടാൻ ആരും ഉണ്ടാവില്ല. നാളെ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്ന ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ ആരും ഉണ്ടാവില്ല. ആ നിലക്കുള്ള ബോധമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്.